എന്നകതാരിൽ നീ വരൂ, എന്നിൽ നിൻ വാസമെങ്കിലോ എന്തു ഭാഗ്യവാനാകും ഞാൻ. എന്നിൽ നിൻ വാസമെങ്കിലോ എന്തു ഭാഗ്യവാനാകും ഞാൻ. ഓസ്തിയിൽ വാഴും യേശുവേ, സ്നേഹം തുളുമ്പുന്ന ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഹൃദയങ്ങൾ പങ്കുവെക്കുന്നവർക്കല്ല, തന്നെ തന്നെ നൽകുന്നവനാണ് ഈശോ. സ്വയം മറന്ന് ഈ നാഥന്റെ മുമ്പിലായിരിക്കാൻ ഇദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹവും ഈ ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹമാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ അടുത്ത് ഒരാളിരിക്കുമ്പോൾ ഈശോയോട് പറ്റിച്ചേരുമുണ്ടാകുന്ന ആനന്ദത്തെപ്പറ്റി, അവനിൽ നിന്ന് ലഭിക്കുന്ന കൃപകളെപ്പറ്റിയെല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയിൽ സമയം മറന്ന് ലയിച്ചു ചേരുവാനായിട്ട് ഇടയായ ഒരു സംഭവം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ പരിയാരം മദർ ഹോമിൽ ഞാനൊരിക്കൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ അച്ഛൻ പറഞ്ഞു, ഇനി 8 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന 450ഓളം ആളുകളുണ്ട്. നമുക്കവിടെ ഇരുന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ലോകത്തിന് മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ച് ദൈവത്തെ ആരാധിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. സാധിക്കുന്നവർ 2 മണിക്കൂർ 3 മണിക്കൂർ പറ്റുന്നവർ മുഴുവൻ സമയവും അവിടെ ചെലവഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ധ്യാനത്തിന് പോകുമ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട്. ഷുഗറിൻ്റെ മരുന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് മറന്നുപോയി. വൈകുന്നേരം ആയപ്പോൾ ക്ഷീണമായി. അപ്പോൾ ഞാനവിടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു, 1 മണിക്കൂർ നേരം ഇരുന്ന് ആരാധിക്കാം, അതിനുശേഷം ക്ഷീണം കാരണം പോയി കിടക്കാമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞാനവിടെ ദൈവത്തെ എല്ലാവരും സ്വയം പ്രേരിത പ്രാർത്ഥനയിലൂടെ സ്തുതിക്കുകയാണ്. ആ സ്തുതിപ്പിൽ പങ്കെടുത്തു. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത ദൈവം തോന്നിച്ചതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിൻ്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഇപ്പോൾ ICUവിലാണെങ്കിൽ നീ ICUവിൻ്റെ പുറത്ത് എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്യും? കൃത്യം 1 മണിക്കൂർ നേരമോ നിൽക്കുള്ളൂ എന്നൊരു ചിന്ത ആരോ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഞാൻ അന്നേരം ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ചിന്ത, ഇരിട്ടിയിൽ നിന്നൊരു ബസ് കോട്ടയത്തേക്ക് പോകുന്നുണ്ട്, സ്റ്റേറ്റ് ബസ്. ആ ബസ്സിൽ നീ കയറിയിരുന്നാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങിപ്പോവുമോ അതെയോ യാത്ര അവസാനിക്കുന്ന സമയത്ത് ഇറങ്ങുകയുള്ളൂ എന്നൊരു ചിന്ത. അപ്പോൾ എനിക്ക് തോന്നി ഈശോ നൽകുന്ന ചിന്തയാണ്. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ ഇന്ന് വെളുക്കുന്നത് വരെ ഉണർവോടുകൂടി സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഇരിട്ടി ഇടവകയ്ക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ സ്തുതിച്ച് കൂടുതലുണ്ടായിരുന്ന ആളുകളുടെ എല്ലാ സ്തുതിപ്പ് നിന്നു. സ്വയം പ്രേരിത പ്രാർത്ഥന അവർ മയങ്ങിപ്പോയി. ആരുടെയും കുഴപ്പമില്ല, ഉറങ്ങുക. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ സ്തുതിച്ച് സമയം പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പ്രഭാതത്തിൽ ഉണരുവാൻ ധ്യാനത്തിൻ്റെ സമയത്ത് 5 മണിയാവുമ്പോൾ ഒരു ബെല്ലടിക്കും ഏക്കുവാൻ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരുന്ന കഷ്ടി 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അന്നേരമുണ്ട് പ്രഭാതത്തിൽ മണിയടിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്നൊരു സഹോദരനിരുന്ന് മയങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോഴെന്താ മണിയടിച്ചേ? അന്നേരം അദ്ദേഹം പറഞ്ഞു, മണിയടിക്കേണ്ട സമയമായില്ലേ? ഞാൻ പറഞ്ഞു, 1 മണിക്കൂറിലായുള്ളൂ നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയിട്ട്. അല്ല സഹോദര, 5 മണിയായെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആരാധനയുടെ നിമിഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു ആനന്ദം സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ദീപികാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ വലിയൊരു പ്രചോദനം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരിക്കൽ പോലും പ്രാർത്ഥിക്കുന്നത് ഒരു മടിപ്പായിട്ട് തോന്നിയിട്ടില്ല. ദീപബലിയിൽ പങ്കെടുക്കുന്നത് മടുപ്പായിട്ട് തോന്നിയിട്ടില്ല. ഓരോ ബലിയിൽ പങ്കെടുക്കുമ്പോഴും
എനിക്ക് ആ കുർബാനയുടെ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞു പോകുന്നത് എനിക്കൊരു 10 മിനിറ്റ് പോലെ എനിക്ക് തോന്നുകയാണ്. അത്രമാത്രം ആനന്ദമാണ് ഓരോ ദിവ്യബലിയിലും ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും പങ്കെടുക്കുമ്പോൾ. ഓസ്തിയിൽ വാഴും യേശുവേ, എന്നകതാരിൽ നീ വരൂ, എന്നിൽ നിൻ വാസമെങ്കിലോ. ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹമാണ് അവിടുത്തെ അനുദിനം സ്വീകരിക്കുക എന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇതിനുള്ള അവസരം നല്ല നാഥൻ തന്നെ ഒരുക്കുന്ന നിരവധി അനുഭവങ്ങൾ ഈ ജീവിതത്തെ കൂടുതൽ നാഥനോട് അടുപ്പിക്കുന്നു. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ചിന്ത, വിശുദ്ധ ബലിയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുവാനായിട്ട് ദൈവം പ്രത്യേകപരമായ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 22 വർഷത്തിനിടയ്ക്ക് ജീവിതത്തിൽ പലപ്പോഴും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടുമൊക്കെ ബലിയിൽ മുടക്കം വരാനായിട്ട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അന്നെല്ലാം അത്ഭുതകരമായ രീതിയിൽ എൻ്റെ ഈശോ എന്നെ ബലിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും യാത്രയൊക്കെ പോയി വീട്ടിൽ വന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ക്ഷീണം കൊണ്ട് പലപ്പോഴും ഉറങ്ങിപ്പോകാനിടയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് സമയമാകുന്ന ഞാൻ ഉണരുന്നതിന് മുമ്പ് അത്ഭുതകരമായ രീതിയിൽ പട്ടികൾ കുരച്ച്, പക്ഷികൾ ചലച്ച്, അങ്ങനെയുള്ള ശബ്ദമുഖരിതമായ രീതിയിൽ എന്നെ ഉറക്കം തെളിയിക്കുകയും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പോകുവാനിടയാകുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം എനിക്കറിയാതെ ഈശോ ഇടപെടുന്ന രംഗങ്ങളാണ് എന്ന്. അല്ല, എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ ചിന്ത, ഒരിക്കലും ഇരിട്ടിയിൽ പഴശ്ശി പ്രൊജക്റ്റിൽ വെള്ളം പൊങ്ങിയിരുന്നു. ഷട്ടർ തുറക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ടൗൺ മുഴുവനും ഞാൻ താമസിക്കുന്ന വീടും പരിസരവും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു. അന്നൊരു കാരണവശാലും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് പറ്റാത്ത ഒരു ദിവസമായിരുന്നു. എന്നിരുന്നാലും പ്രഭാതത്തിൽ 5 മണിക്ക് ഞാൻ ഉണർന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എനിക്ക് ലഭിച്ചത്. ആദിമസഭയിലെ അപ്പസ്തോലന്മാർ ഭവനം തോറും അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ അവർ താല്പര്യപൂർവ്വം പങ്കെടുത്തു എന്ന ദൈവവചന ഭാഗമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ എൻ്റെ കഴുത്തൊപ്പം വെള്ളമുണ്ട്. എന്നിരുന്നാലും ഇരിട്ടി ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആശ്രമങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ദിവ്യബലി ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്തെത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കാരണവശാലും ടൗണിലേക്ക് പോകുവാനോ ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തിരിച്ച് ഇരിട്ടി സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ സമീപത്തുള്ള CMC കോൺവെൻറ്റിൻ്റെ അരികിലെത്തുമ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഇന്ന് വിശുദ്ധ കുർബാന മുടക്കിയത് നിൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ സ്വരം മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു. മോനെ, നീ ഇട്ടിയപ്പാറയച്ചൻ്റെ വീട്ടിൽ ചെല്ലുക എന്നൊരു സ്വരം. ഇരിട്ടിപ്പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഈ ഇട്ടിയപ്പാറ അച്ഛൻ വിശ്രമജീവിതം നയിക്കുന്നുണ്ട്. ഞാനിത് കേട്ട മാത്രയിൽ ഇപ്പോൾ 3:50 സമയം അച്ഛൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഞാനവിടെ കയറി ചെന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്നാ സഹോദര വന്നത്? ഞാൻ പറഞ്ഞു, അച്ഛാ, കുർബാനയുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വന്ന് കിടന്നതാണ്, ഉറങ്ങിപ്പോയി. സാധാരണഗതിയിൽ 11 മണിക്കാണ് ഞാൻ ഇവിടെ ബലി അർപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുർബാന ചെല്ലാൻ നിൽക്കുകയാണ്. സഹോദരനോട് ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് അവിടെ നിന്നോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം ഈശോ പറഞ്ഞ് പങ്കെടുപ്പിച്ച ബലിയുടെ ശക്തിയും മഹത്വവും എനിക്ക് അവിടെ വന്ന് ദൈവം വീണ്ടും വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നത്,
2012 എനിക്ക് ഛർദി ഒഴിച്ചിലുമായിട്ട് എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാനായിട്ട് കഴിയുന്നില്ല. ആ സമയത്ത് ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ ഛർദി ഒഴിച്ചിലുമാണ്, എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയാലും എൻ്റെ ഒഴിച്ചിൽ നിർത്തി ഛർദി മാത്രം ആക്കി തരുവാണെങ്കിൽ ഞാൻ ദേവാലയത്തിൽ കുർബാനയിൽ പങ്കെടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഗ്ലൂക്കോസ് കുത്തിവെക്കുകയാണ്. അതിനുശേഷം അന്നേരം കുർബാനയുടെ സമയമെല്ലാം പോയി. 4 മണിക്ക് ഇരിട്ടിയിലെ ടൗണിലുള്ള ലത്തീൻ പള്ളിയിൽ കുർബാനയുണ്ടെന്ന് എനിക്കറിയാം. അന്ന് ഒരു മാർച്ച് 30 അപ്പം ഞാൻ ആ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ്. ഒഴിച്ചിലിനും ഛർദ്ദിക്കും യാതൊരു കുറവുമില്ല. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എന്നെ ഒന്ന് പുറത്ത് വിടുമോ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ഒരു പക്ഷെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും മനസ്സിലാകാതെ വരുമ്പോൾ അവർ പറയും പുറത്ത് പോകാൻ പറ്റിയില്ല, ഗ്ലൂക്കോസ് ഇട്ട് കിടത്തിയിരിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ബാങ്കിൽ ഒരു ഏർപ്പാടുണ്ട് തീർക്കുവാൻ, മാർച്ച് 30 അവിടെ പോയി ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം വരുമെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആവശ്യമുണ്ടെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അന്നൊരു മാർച്ച് 30 ആയിരുന്നു. ഞാൻ പറഞ്ഞു ബാങ്കിലൊരു ആവശ്യത്തിന് വേണ്ടിയാണ് എനിക്ക് പോകേണ്ടത്. ഏതായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെല്ലുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഛർദി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മറ്റേ ഒഴിച്ചിൽ ഒന്ന് നിർത്തി തന്നായിരുന്നെങ്കിൽ ഞാൻ ഈ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു. ഏതായാലും അത്ഭുതകരമായ രീതിയിൽ ഞാൻ ദേവാലയത്തിൽ കയറി ഇരുന്നു. പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് ബലി അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് വളരെ ആശ്വാസം അനുഭവപ്പെട്ടു. പിന്നീട് എനിക്കൊരു മനം പുരട്ടുകയോ മറ്റൊരു അസ്വസ്ഥതയോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. വളരെ സന്തോഷമായിട്ട് ആ ബലിയിൽ പങ്കെടുക്കുകയും ദീപികാരുണ്യം സ്വീകരിച്ചതിന് ശേഷം വളരെ ആനന്ദവും സന്തോഷവും എനിക്ക് വളരെ ശക്തമായൊരു ആരോഗ്യം അനുഭവപ്പെടുകയും ചെയ്തു. ഞാൻ അതിനുശേഷം ഉടനെ ഓടി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ നാടി പിടിച്ച് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, അങ്ങോട്ട് പോയതല്ലല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, എവിടെ പോയതായിരുന്നു? ഇനി ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വലിയ ഒരു സാന്നിധ്യം, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരോട് ഈശോ ചേർന്ന് നിൽക്കും എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. മറ്റൊരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ അച്ഛൻ അന്ന് അവിടെ എവിടെ യാത്ര പോയിരിക്കുക, മറ്റൊരച്ഛനെ കുർബാന ചെല്ലുവാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ 6:30 കുർബാനയ്ക്ക് അച്ഛനെ കാണുന്നില്ല. 6:35, 6:40 ആകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയിനി അച്ഛൻ വന്നില്ലെങ്കിലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാരും പള്ളിയിൽ വന്നിരുന്നവരെല്ലാം കൂടി ജപമാല ചെല്ലാൻ നമുക്ക് അച്ഛൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 6:45, 6:50 ആയപ്പോൾ എൻ്റെ മനസ്സിൽ ശക്തമായൊരു ചിന്ത, അച്ഛൻ വരികയില്ല. ഇവിടുന്ന് എഴുന്നേറ്റ് ഇരിട്ടി ടൗണിൽ ലാറ്റിൻ പള്ളിയുണ്ട്, അവിടെ 7 മണിയുടെ കുർബാനയുണ്ട്, അതിൽ പൊക്കോളാൻ ഇങ്ങനെ ഒരു ശക്തമായ പ്രചോദനം എനിക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ ഏതായാലും ദൈവം തന്നെ എന്നോട് സംസാരിക്കുന്നതാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ അവിടെ നിന്ന് മറ്റാരോടും പറഞ്ഞില്ല, ഞാൻ എഴുന്നേറ്റ് പോയി. ഞാൻ ഇരിട്ടിയിൽ അവിടെ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ അന്വേഷിച്ചു അച്ഛൻ ഇവിടെ വന്ന് കുർബാന അർപ്പിച്ചിരുന്നോ എന്ന്. എന്നാൽ അറിയാൻ കഴിഞ്ഞത് അച്ഛൻ എന്തോ പ്രശ്നം കാരണം വരാനായിട്ട് പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം, ഇതുപോലെ 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലിങ്ങനെ 3-4 ദിവസം അടുപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഹർത്താൽ ഉണ്ടായി. അന്ന് എൻ്റെ ദേവാലയത്തിലും അടുത്ത സമീപ പ്രദേശങ്ങളിലെ പള്ളികളിലൊന്നും കുർബാനയില്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നിരുന്നാലും എവിടെയെങ്കിലും ബലിയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ 5:30-6 മണിയായപ്പോൾ ഇരിട്ടി ടൗണിൽ വന്ന് നിന്നു. വാഹനങ്ങളെല്ലാം ഹർത്താൽ അനുകൂലികൾ കടത്തിവിടുന്നു, അത്രമാത്രം ശക്തമായ ഒരു ഹർത്താലായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം എനിക്കൊരു ചിന്തയുണ്ട്, 7 മണിക്ക് മാടത്തിൽ ദേവാലയത്തിൽ കുർബാനയുണ്ട് എന്ന്. ഇവിടെ നടന്ന് ചെല്ലാനായിട്ട് കഴിയില്ല, അന്നത്തെ കുർബാന കഴിയും, അച്ഛനവിടെ ഉണ്ടോയെന്നും അറിയത്തില്ല. എന്താണേലും
ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവമേ എനിക്കൊരു വാഹനം എനിക്ക് ഒരുക്കി തന്ന് എന്നെ ബലിയിൽ നീ പങ്കെടുപ്പിക്കണമേ എന്ന് ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഒരു കാറ് ലൈറ്റിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു സ്ത്രീയാണ് വാഹനം ഓടിക്കുന്നത്. 1-2 സ്ത്രീകൾ വാഹനത്തിലുണ്ട്. അപ്പോൾ അവർ വേഗം വളരെ ഭയത്തോടുകൂടി പറഞ്ഞു, സാറേ ഉപദ്രവിക്കരുത്, എൻ്റെ ചാച്ചൻ മരിച്ചിട്ട് ഞാൻ കർണാടകത്തിലേക്ക് പോവുക, ഞാൻ പാർട്ടിക്കാരുടെയൊക്കെ അനുവാദമൊക്കെ മേടിച്ച് അവരെന്നെ ഇവിടെ കടത്തി വിട്ടതാണ്, നിങ്ങൾ തടയരുത്. അവിടെ അവർ വിചാരിച്ച് ഹർത്താൽ അനുകൂലിയായ ഞാൻ വണ്ടി തടയാനായിട്ട് കൈ കാണിച്ചതാണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, എന്നെ മാടത്തിൽ അവിടെ പള്ളിയുടെ മുമ്പിൽ, ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. അതിന് കുഴപ്പമില്ല, കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കൃത്യം കുർബാനയുടെ സമയമാണ്. അന്നവിടെ അച്ഛനുണ്ട്. ബലിയിൽ പങ്കെടുത്തു. വളരെ സന്തോഷത്തോടെ ബലിയിൽ പങ്കെടുത്ത് ഞാൻ തിരിച്ച് ഇരുട്ടിയിലേക്ക് നടന്നു പോകുന്നു. പിന്നെ എനിക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ കൂടി നടക്കാൻ പറ്റാതെ ആശുപത്രിയിൽ അഡ്മിറ്റായി, കാലൊക്കെ ചുമന്ന് ഡോക്ടർ പറഞ്ഞു കാല് ഉയർത്തി വെച്ച് കിടക്കണം, റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കുർബാന മുടങ്ങുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അത്യാവശ്യത്തിന് വീട്ടിൽ പോരണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പള്ളിയിൽ വരുമ്പോൾ എൻ്റെ അന്നത്തെ വികാരിച്ചതിനോട് ചോദിച്ചു, എന്തിനാ തോമസ് സാറേ ഇപ്പോൾ പള്ളിയിലേക്ക് വന്ന് ഈ അവസ്ഥയിൽ? അപ്പോൾ ഞാൻ പള്ളിയിൽ വന്നപ്പോൾ അവിടെ കൂടിയതിന് 3-4 പേര് പറഞ്ഞു, ഇതേപോലത്തെ കാലിൽ ഫംഗസ്, ഈ അസുഖം പിടിച്ചിട്ട് അണുബാധ ഉണ്ടായിട്ട് പലരുടെയും കാല് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാലും അതേ സ്ഥിതിയിലാണ് എത്തിയത്, നിങ്ങൾ എന്തിനു വന്നതെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അത്ഭുതകരമായ രീതിയിൽ 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ കാലിലെ അസുഖം ഭേദമാകുകയും വീണ്ടും ഞാൻ പ്രവർത്തനനിരതനാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വീണ് കൈയൊടിഞ്ഞിട്ടുണ്ട്. കുർബാനയ്ക്ക് പങ്കെടുക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ വളരെ വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നും എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈശോ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദീപികാരുണ്യത്തിൽ ഈശോയാണ് ഇരിക്കുന്നത്. ഓരോ ബലിയർപ്പണത്തിലും ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് തരികയാണെന്നുള്ള അവബോധം ആ കുർബാന നഷ്ടപ്പെടുമ്പോൾ എന്നെ ഇങ്ങനെ അലട്ടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ മലയാറ്റൂർ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി. അപ്പോൾ മലയാറ്റൂർ ചെന്ന് ഇറങ്ങുമ്പോൾ മലമുകളിലെ കുർബാന 11 മണിക്കാണ്. നടന്നവിടെ എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. കുർബാന 3/4 ഭാഗം കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാനുമുണ്ട്, എൻ്റെ ഭാര്യ ഡോളിയുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് വേഗം നടക്കാം. വളരെ ധൃതിയിൽ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും അവിടുത്തെ കുർബാനയുടെ സമയത്ത് കുർബാന നടക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയല്ല. എന്തോ കാരണങ്ങൾ കൊണ്ട് അരമണിക്കൂർ ലേറ്റായിട്ടാണ് അന്നേരം അവിടെ മലയിലെ കുർബാന അർപ്പിച്ചത്. ഇതെല്ലാം ഈശോ ഇടപെടുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഈശോയും ഞാനുമായിട്ടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ഇതാണ്, ഈശോയെ, എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് ഞാൻ ഒരിക്കലും ഇനി കുർബാന മുടക്കിയല്ല. എന്തെങ്കിലും കാരണവശാൽ മുടക്കാൻ ഇടയായാൽ അത് ഈശോയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്. കാരണം രോഗമോ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരികയോ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അതായിരിക്കും എൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ഈശോ ഒരിക്കലും ഈശോയുടെ ഭാഗത്ത് നിന്ന് എന്നെ തടസ്സപ്പെടുത്തിയിട്ടില്ല. എന്നെ ശ്രവിക്കുന്ന ഈ ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി നമ്മളൊരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. ആ ബലിയുടെ ശക്തിവിശേഷം മനസ്സിലാക്കിയാൽ നമുക്ക് എത്രമാത്രം മഹത്തരമാണ് ബലിയെന്ന് മനസ്സിലാകും. ഈ വിശുദ്ധ കുർബാനയിൽ ഞാൻ ആഴപ്പെടുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, വിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിൽ നടന്ന അത്ഭുതങ്ങൾ, വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് 30, 25, 15 വർഷമൊക്കെ ജീവിച്ച വ്യക്തികൾ, ആ വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവചരിത്രം വായിക്കുകയും അതിൽ നിന്ന് ഞാൻ പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനെ ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഇദ്ദേഹം പങ്കുവെക്കുന്നത് താൻ സ്നേഹിച്ച നാഥൻ തന്നെ സ്നേഹിച്ച അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങളിൽ എൻ്റെ ഈ ജീവിത സാക്ഷ്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത്
വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന ഈശോ നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നുണ്ട് എന്നും അവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും ബലവുമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നമ്മളോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ ഈ ഭൂമിയിലെ രക്ഷയുടെ സ്മാരകമാണ് വിശുദ്ധ കുർബാന. ഈ രക്ഷയുടെ സ്മാരകത്തിലേക്ക് നാമും നമ്മുടെ കുടുംബവും കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഈശോ അവരോടൊപ്പം ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ആ കുടുംബത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുക, എനിക്ക് ഈശോയോട് പറയുവാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ നിയോഗമായിട്ട് പ്രാർത്ഥനാ സഹായം തേടാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിലെ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് അതെല്ലാം ഞാൻ ആ കാസായാലും പിലാസായാലും സമർപ്പിച്ച് പുത്രൻ വഴിയായി സ്വർഗസ്നായ പിതാവിന് സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ എനിക്ക് ശക്തമായ ആഴത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്.